അപ്പൊ എന്തായിരുന്നു അരുൺ എന്തായിരുന്നു ഓക്കെ എനിക്ക് ഇതിലേക്ക് തന്നെ വരണമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് എപ്പോഴായിരുന്നു അത്? അപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്നല്ലെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ എന്നിട്ട് അവിടെ ഏതെങ്കിലും ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും കാർ കമ്പനിയിലോ അങ്ങനെ ജോലി കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഇവിടെ ഡാഡി വീഗാലാൻഡൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പോൾ വീഗാലാൻഡും ഇങ്ങനെ ഒരു പുതിയൊരു സാധനമാണ്. അതിനകത്ത് ഇങ്ങനെ കുറേ എഞ്ചിനീയറിങ്ങും കുറേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു എന്താ പറയാ, ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് പോലെ ഒരു സാധനമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് മോർ ഇൻട്രസ്റ്റിംഗ്. അമ്യൂസ്മെന്റ് പാർക്ക് പണി ചെയ്യുന്ന എത്ര പേര് നമുക്കറിയാം, ആരും അറിയില്ല. വിചാരിച്ചു ഇതൊരു വിൽ ബി സംതിങ് ഡിഫറെന്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് നേരിട്ട ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? ബിക്കോസ് അതുവരെ നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ലല്ലോ, പക്ഷെ കാണുന്നുണ്ട് ഫാദർ ചെയ്യുന്നത്, എന്നിരുന്നാൽ പോലും. അല്ല, ആദ്യത്തെ വലിയ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ വേറൊരു പ്രോജക്റ്റ് വലുതായിട്ട് തുടങ്ങി അത് വിജയിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾ അവിടെ ബാംഗ്ലൂർ തുടങ്ങിയപ്പോൾ വണ്ടർല എന്നുള്ള പേരിൽ വേറൊരു ഇതായിട്ട് തന്നെ തുടങ്ങിയത്, വേറെ കമ്പനിയായിട്ടാണ് തുടങ്ങിയത്. എനിക്കവിടെ 2-3 കൊല്ലം നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത് വീഗാലാൻഡിൻ്റെ പേര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല, അത് വേറൊരു ഇതായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള പാർക്കുകളൊക്കെ വളരെ മോശം ഇതായിരുന്നു, ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെക്ടറിന് തന്നെ ഒരു ചീത്തപ്പേരുള്ളൊരു സമയമായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പോൾ.